സോ മാം, ഇപ്പോൾ കേട്ട് വരുന്നൊരു കാര്യമുണ്ട്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു കാര്യം. സോ എന്താണ് മാം ശരിക്കും അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആൻഡ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്? ആങ്ഷ്യസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അവോയ്ഡ് എന്ന് പറയുന്നത്. ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എപ്പോഴും അവർക്ക് ഒരു പേടിയായിരിക്കും. ഇപ്പോൾ ലേഡി ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, അബാൻമെൻറ്റ് ഇഷ്യൂ ഭയങ്കരമായിരിക്കും. അവരുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അവർക്കൊരു ചെറിയ ഒരു ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, അവരുടെ പാർട്ട്ണർ അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. ഒരു ലോങ് ഡ്രൈവിന് അവരുടെ ഹസ്ബൻഡ് പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട് പോയി എന്ന് വിചാരിക്കാം, പുതിയൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു തിരക്കായിട്ടോ അല്ലെങ്കിൽ വർക്ക് കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ആ കോള് വിളിച്ച സമയത്ത് ഓപ്പോസിറ്റുള്ള ആള് അറ്റൻഡ് ചെയ്യാതിരിക്കുക, കാര്യങ്ങളാക്കുക. ആ സ്പോട്ടിൽ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി, സ്ട്രെസ്, ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അവർക്കൊന്നും സ്വസ്ഥ സമാനമായിട്ട് ഇരിക്കാനും സാധിക്കില്ല. ആങ്സൈറ്റിയാണ് കൂടുതലത് കാണിക്കുക. അവോയ്ഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എനിക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു, ആ സമയത്ത് വിളിക്കായിരുന്നല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ എനിക്ക് വിളിക്കാഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആള് ഗ്യാപ്പ് ഇട്ട് ആൾക്ക് മിസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഉടനടി ആ ഡിപ്പെൻഡൻസിനെ ഇയാൾ പേടിച്ചോളും. ഹായ്, വെൽക്കം ടു മൈൻഡ്ലി യുവർ റിട്രീറ്റ് യൂട്യൂബ് ചാനൽ. സോ എൻ്റെ പേര് ഐശ്വര്യ വിനോദ്, ഞാൻ കപ്പിൾ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇന്ന് നമ്മൾ കപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ക്വയറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ഷംഷി മുബാറക് മാം. സോ ഹായ് മാം. ഐശ്വര്യ. യെസ്. സോ മാം, ഇപ്പോൾ കേട്ട് വരുന്നൊരു കാര്യമുണ്ട്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, ആൻഷ്യസ് അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു കാര്യം. സോ എന്താണ് മാം ശരിക്കും അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആൻഡ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ്? അത്യാവശ്യം ആളുകൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റിൻ്റെ ട്രൈറ്റ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് ഓൾമോസ്റ്റ് അറിയാം. അവർക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ആങ്ഷ്യസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അവോയ്ഡൻ്റ് എന്ന് പറയുന്നത്. ആങ്ഷ്യസിലുണ്ട് ഓൾറെഡി അവർക്ക് ഒരു ആദി, വെപ്രാളം, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എപ്പോഴും അവർക്ക് ഒരു പേടിയായിരിക്കും. ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേഡി ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, അബാൻമെൻറ്റ് ഇഷ്യൂ ഭയങ്കരമായിരിക്കും. അവരുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അവർക്കൊരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി, അവരുടെ പാർട്ട്ണർ അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവിന് അവരുടെ ഹസ്ബൻഡ് പോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഗേൾ ഫ്രണ്ട് പോയി എന്ന് വിചാരിക്കാം, പുതിയൊരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു തിരക്കായിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ആ കോള് വിളിച്ച സമയത്ത് ഓപ്പോസിറ്റുള്ള ആള് അറ്റൻഡ് ചെയ്യാതിരിക്കുക, കാര്യങ്ങളാക്കുക. ആ സ്പോട്ടിൽ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി, സ്ട്രെസ്, ആ ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അവർക്കൊന്നും സ്വസ്ഥ സമാനമായിട്ട് ഇരിക്കാനും സാധിക്കില്ല. ഈ ആങ്സൈറ്റിയാണ് കൂടുതൽ അവർ കാണിക്കുക. ഓക്കെ, അവോയ്ഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു, ആ സമയത്ത് വിളിക്കായിരുന്നല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ എനിക്ക് വിളിക്കാഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രസമായിട്ടുള്ള കാര്യം, ഈ ആള് ഗ്യാപ്പ് ഇട്ട് ഓക്കെ ആൾക്ക് മിസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഉടനടി ആ ഡിപ്പെൻഡൻസിനെ ഇയാൾ പേടിച്ചു തുടങ്ങും. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നത് ഈ ഡിപ്പെൻഡൻസി വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അവോയ്ഡൻ്റ് ഞാൻ ഡിപ്പെൻഡഡ് ആവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെയിൻഫുള്ളാണ്, ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഈ ഡിപ്പെൻഡൻസി കാണുന്ന സ്പോട്ടിൽ തന്നെ അവർ എന്താ എനിക്ക് വിളിക്കാതിരുന്നാൽ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടേ, ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ വ്യക്തി എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് എന്തോ ഉറപ്പ്. ഇതുപോലത്തെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർ എന്ത് ചെയ്യും, വിളിക്കാതിരിക്കുക, ഗ്യാപ്പ് ഇടുക. അപ്പോൾ മനസ്സിലായില്ലേ, ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റും എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഈ സംഭവം പറയണത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് കൂടെ എപ്പോഴും, അത് ഒരു കപ്പിൾസിൻ്റെ പേഴ്സൻറ്റേജിൽ ഈ രണ്ട് കൂട്ടരും കൂടിയാണ് കപ്പിൾസ് കാണുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ. ഭയങ്കര പെയിൻഫുള്ളാണ് രണ്ട് കൂട്ടരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ
നമുക്കതിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന്. ഓക്കെ, ഞാൻ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ്, ഞാൻ അവോയ്ഡൻ്റ് ആണ്, ഞങ്ങൾ കുറേ റീൽസിൽ കാണുന്നുണ്ട്, കുറേ സോഷ്യൽ മീഡിയാസിൽ കാണുന്നുണ്ട്, വിത്ത് എക്സാമ്പിൾസ് കാണുന്നുണ്ട്. വാട്ട് ഈസ് എ സൊല്യൂഷൻ ഫോർ ദിസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 2 വ്യക്തികൾക്ക് തന്നെ അവരുടെ പാറ്റേണും സംഭവങ്ങളും നോക്കിയതിന് ശേഷം ഏത് ഇൻസിഡൻറ്റിലാണ് അവർക്ക് ഈ പേടി വരുന്നത്. അപ്പോൾ അവരുടെ കപ്പിള് അല്ലെങ്കിൽ അവരുടെ ഇണ വന്നതിന് ശേഷം അവർക്ക് ചോദിക്കാം, ഓക്കെ, എന്തുകൊണ്ട് ആ സമയത്ത് വിളിച്ചില്ല, എന്തായിരുന്നു. അപ്പോൾ അവർ പറയും, എല്ലാ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് പറയും. പക്ഷെ ആ റീസൺ പറയണ വരെ ആൾ ടെൻഷൻ അടിക്കുകയാണല്ലോ. അങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ട്രസ്റ്റ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ഫീൽ സേഫ്. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ ഒരു സംഭവം നമ്മൾ പറയുന്നില്ലെങ്കിൽ എപ്പോഴും അവർക്ക് ഒരു ഡേഞ്ചർ സോണ തോന്നിക്കൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെയാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ, ഈ ആളുകൾ വരുന്ന സമയത്ത് അവർ സ്പേസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ആ സ്പേസ് കൊടുക്കാതെ ആ സ്നേഹം കാണിക്കുന്നതായിരിക്കാം. ആ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ദേ ആർ നോട്ട് സേഫ് എന്നുള്ളത് ഈ ഭാഗത്ത് തോന്നും. അതേ സ്ഥാനത്ത് കറക്റ്റ് സേഫും കാര്യങ്ങളും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യു, ഐ എം അക്നോളജിങ് യു എന്നുള്ളൊരു സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ അകലം പാലിക്കുന്ന ആൾ അടുത്തേക്ക് വന്നു തുടങ്ങും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. സെക്യൂർ അറ്റാച്ച്മെൻ്റുള്ള ആളുകളെ ആയിട്ട് അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഐശ്വര്യ ചോദിക്കാണ് അതെന്താ സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിലും അവർക്ക് ഇൻസെക്യൂരിറ്റീസോ കാര്യങ്ങളോ, ഓക്കെ, നേരം വൈകി വിളിച്ചില്ലെങ്കിൽ സംതിങ് വിൽ ബി ദർ. ഓക്കെ, ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളെ വിവാഹം കഴിക്കുമ്പോഴുള്ള ഗുണം, അല്ലെങ്കിൽ ഈ അവോയ്ഡൻ്റോ ആങ്ഷ്യസോ തെറാപ്പിയിലൂടെയോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് സർക്കിളിലോ ഒരു മെൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പിളിൽ ഒരാൾ ആങ്ഷ്യസ് ആണ് എങ്കിൽ ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു. എന്തിനാ ആ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം? ചിലപ്പോൾ മേ ബി അവർ സേഫ് അല്ലെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ചിലപ്പോൾ മെയിലായിരിക്കും ഫീമെയിലായിരിക്കും. ആ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആൻസർ ചെയ്യുക. ഇനി അതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് ഐ എം നെർവസ്, എനിക്ക് സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ സ്പോട്ടിൽ ഈ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ ലേഡിയാണോ ആണാണോ ഈ ലേഡിക്ക് വിളിക്കുകയാണ്, ഈ പുരുഷന് വിളിക്കുകയാണെങ്കിലുണ്ടല്ലോ, അങ്ങനെ കുറച്ച് നാളുകൾ മാത്രം അവരുടെ എൻ്റേർലി ബോഡി ഇറ്റ് ഫീൽ സേഫ്. ഓക്കെ, ഞാൻ സേഫാണ്. ചെറിയ ആക്ഷൻസേ ഉള്ളൂ അതിൽ. അത് അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കപ്പിളിൻ്റെ തെറാപ്പി എടുക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുക. ദേ ഫീൽ സോ സേഫ്. ഇത്ര വലിയ പണിയുള്ള കാര്യമാണോ? അത് അവരെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അവർ ഏതിലാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വെപ്രാളം കാണിക്കുന്നത്, ടെൻഷൻ കാണിക്കുന്നത്, ജസ്റ്റ് അക്നോളജ് ഇറ്റ്. അതെ. ബട്ട് അത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ആണെങ്കിലോ, ഓക്കെ, ഇപ്പോൾ ഞാൻ ലേഡിക്ക് ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാറ്റേൺ ആക്കും. എനിക്ക് സ്വസ്ഥത തരില്ല, സമാധാനം തരില്ല. പക്ഷെ അത് സെക്യൂർ അറ്റാച്ച്മെൻറ്റിൽ ഉള്ള വ്യക്തിയാണെങ്കിൽ അവർ സ്പേസും കൊടുക്കും. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റിലുള്ള കപ്പിളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലേഡിക്കോ പുരുഷനോ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സുരക്ഷിതത്വം എന്ന് പറയില്ലേ, അത് അവർ പ്രൊവൈഡ് ചെയ്യും പല വേസിലും. പിന്നെ നെക്സ്റ്റ് ചോദിക്കുകയാണ്, ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാകുന്നേ? പിന്നത്തെ ചോദ്യമാണ്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? അതെ, അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം ഡിസ്ഫങ്ഷണൽ ഫാമിലിന്ന്. ഈ ഡിസ്ഫങ്ഷണൽ ഒരു അഷുറൻസോ ട്രസ്റ്റോ ഇല്ലാതെ കുടുംബത്തിൽ നിന്ന് വന്ന് അവർ ഓൺ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ ലോകത്തുനിന്നേ ട്രസ്റ്റ് കിട്ടേണ്ടത് സ്വന്തം ഫാമിലിയിൽ നിന്നാണ്. ആ ട്രസ്റ്റ് കിട്ടാത്ത മനുഷ്യരെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സെക്യൂരിറ്റി കൊടുക്കുക? ഓക്കെ, ദെൻ ഓൾസോ ഫൈൻ. അവരവരുടെ പാറ്റേണോ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവരുടെ പാറ്റേൺ എന്താണ് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഒറ്റക്കാണ്
ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അനലൈസ് അവർ സെൽഫ്. ഈ പറയുന്ന എന്തെങ്കിലും സാധനങ്ങൾ എനിക്കുണ്ടോ? ഞാൻ എങ്ങനെ സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്കാവും? സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ട്രിഗർ ആവണ സമയത്തൊന്ന് നോക്കുക. നമ്മളിങ്ങനെ നെർവസ് ആയിട്ട് കാണിക്കില്ലേ, ആ ട്രിഗർ ആവുന്ന സമയത്ത് വാട്ട്സ് ഹാപ്പൻഡ്, എന്ത് പറ്റി, ഞാൻ അതിലിങ്ങനെ നെർവസ് ആയിരിക്കുന്നത്, ഞാൻ അതിനെ ഓവർ തിങ്ക് ചെയ്യുന്നത്, വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ് ഫോൺ എടുത്തിട്ടില്ല, എന്നെ ഇട്ടു പോയതാണോ, എന്നെ ചതിച്ചു പോയതാണോ, അല്ലെങ്കിൽ ജോബിൻ്റെ തിരക്കൊണ്ടാണോ, അല്ലെങ്കിൽ ജോബ് മതിയോ ഞാൻ മതിയോ, ഹസ്ബൻഡിന് എപ്പോഴും ജോബ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്പോട്ടിൽ അനലൈസ് ചെയ്യുക. ശരിക്കും ഞാനിപ്പോൾ ഇത്ര നാളായി അവരൊപ്പം ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളായി ഞാൻ റിലേഷൻഷിപ്പിലുണ്ട് ഈ വ്യക്തിനായിട്ട്, നോർമലി ആ വ്യക്തി ആ സമയത്ത് എന്താ ചെയ്യാറ്? സോ സിമ്പിൾ. ഇങ്ങനെ 4 or 5 പ്രാവശ്യം ബോധമനസ്സിൽ കോൺഷ്യസ്ലി വർക്ക് ചെയ്താൽ 5ാമത്തെയും 6ാമത്തെയും പ്രാവശ്യമാകുമ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ആ വ്യക്തി വരുമ്പോൾ നമ്മൾ ചോദിക്കും. ഇപ്പോൾ സെയിം പാറ്റേൺ ആയിരിക്കും, 6-7 ടൈം ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും സെയിം പാറ്റേണിലുള്ള സമയത്തായിരിക്കും ആ വ്യക്തി ഇതുപോലെ ചെയ്തിട്ടുണ്ടാവുക.